Hello everyone, welcome to our video class section. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മുടെ ചാപ്റ്റർ നെയിം സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ മുതൽ കേൾക്കുന്നതാണ് സെൽ എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നമുക്ക് 11th ആ സെല്ലിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. അതിന്റെ ഓരോ പാർട്സും എത്ര ഓർഗനൽ ഉണ്ടെന്നും ഓരോ ഓർഗനലിന്റെ പ്രത്യേകതകളും ഓക്കെ. അപ്പൊ നമുക്ക് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സെല്ല് അല്ലെ, ദ സ്റ്റഡി ഓഫ് സെൽ. സെല്ലിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് വിളിക്കുന്ന പേരെന്താ? സൈറ്റോളജി, അതല്ലെങ്കിൽ സെൽ ബയോളജി ഓക്കെ. ദ സ്റ്റഡി ഓഫ് ദ സെൽ, അതല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് വിച്ച് ഡീൽസ് വിത്ത് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സെൽ. ദാറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഈസ് നോൺ ആസ് എന്തെന്ന് വിളിച്ച് നമ്മൾ അതിനെ സൈറ്റോളജി അതല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഫസ്റ്റ് നമ്മുടെ റോബർട്ട് ഹൂക്ക് 1665 റോബർട്ട് ഹൂക്കാണ് ബാർക്ക് ഓഫ് ദ ട്രീന്ന് ആദ്യമായിട്ട് സെല്ലിന് എക്സാമിൻ ചെയ്തത്. അതിനുശേഷം ആന്റോൺ വാൻ ലീവൻഹൂക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ലിവിംഗ് ആയിട്ടുള്ള സെൽസിനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഓക്കെ. പിന്നെ അതിനുശേഷം സെല്ലിന്റെ അകത്ത് നമുക്കറിയാം സെല്ലിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞ ഏതാ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ എന്ന് പറയുന്നത്? ന്യൂക്ലിയസ് അല്ലേ. ആ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആ സെല്ലിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് ആയ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. അപ്പൊ അതിങ്ങനെ കുറെ അപ്പൊ നമുക്ക് സെല്ല് കണ്ടെത്തി. 1665 റോബർട്ട് ഹൂക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഡെഡ് സെൽസിനെയാണ് ബാർക്ക് ഓഫ് ദ ട്രീയിൽ സെൽസ് കണ്ടെത്തിയല്ലേ. അതിനുശേഷം പിന്നെ കുറെ എക്സ്പെരിമെന്റ്സ് നടന്ന് 1838 ഓക്കെ. അപ്പൊ അത്രയും വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിട്ട് മാൽത്തിയസ് ഷീൽഡനും അതുപോലെ തന്നെ സുവോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഷാനും കൂടിയിട്ട് എന്ത് ചെയ്തു? സെൽ തിയറി പ്രപ്പോസ് ചെയ്തു ഓക്കെ. അവരെന്താ പ്രപ്പോസ് ചെയ്തത്? സെൽ തിയറി. അപ്പൊ സെൽ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്? ഷീൽഡൻ ആൻഡ് ഷ്വാൻ അല്ലെ. സെൽ തിയറി പറഞ്ഞാൽ എന്താ? ഓൾ ന്യൂ സെൽസ് ആർ അറൈസിംഗ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ക്ലിയർ ആണോ? എല്ലാ പുതിയ സെൽസും അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പഴയ സെല്ലിൽ നിന്നാണ്. സെൽസ് ഹാവ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ സെൽസ് ഷോസ് ഡിവിഷൻ ഓഫ് ലേബർ. സെൽസിനെ ഓരോ സെൽസിലും അവരെവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അവർക്ക് എന്തുണ്ട്? അവർക്ക് അവരുടേതായ വർക്ക് ഉണ്ട് ഓക്കെ. പിന്നെ എന്താ? അപ്പൊ ഇത്രയും അപ്പൊ നമ്മൾ നമ്മുടെ ഷീൽഡനും ഷ്വാനും കൂടി പ്രപ്പോസ് ചെയ്താണ് സെൽ തിയറി എന്ന് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞത് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസം എന്തുകൊണ്ടായിരിക്കും? സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാക്കി ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് റുഡോൾഫ് വിർച്ചോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ആ റുഡോൾഫ് വിർച്ചോ എന്ത് പറഞ്ഞു? സെൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ അല്ലെ, ഒമ്നി സെല്ലുലേ ഈ സെല്ലുലേ. അദ്ദേഹം കൊടുത്തൊരു വാക്കാണ് എന്ത്? ഒമ്നി സെല്ലുലേ ഈ സെല്ലുലേ. അതായത് സെൽസ് വരുന്നത് എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസ് നിന്നാണ് പുതിയ സെൽസുകളെ ഫോം ചെയ്യണേന്ന് ആര് കണ്ടെത്തി? നമ്മുടെ റുഡോൾഫ് വിർച്ചോ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ആ സെല്ലിന്റെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറയുന്നത്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സെൽസ് അല്ലെ. സൈറ്റോളജി അതർവൈസ് നോൺ ആസ് സെൽ ബയോളജി. റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് കണ്ടെത്തി ലിവിംഗ് സെൽസിനെ കണ്ടെത്തിയത് ആന്റോൺ വാൻ ലീവൻഹൂക്ക് ആണ് അല്ലെ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് നമ്മളുടെ റോബർട്ട് ബ്രൗൺ ആണ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തു ഷീൽഡനും ഷ്വാനും കൂടിയിട്ട്. അതിലേക്ക് ഒരു പോയിന്റും കൂടി ആര് കൊടുത്തു? നമ്മുടെ റുഡോൾഫ് വിർച്ചോയും കൂടെ കൊടുത്തു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അറിയാവുന്ന സെല്ലിന്റെ കാര്യങ്ങൾ. ഇനി നമ്മുടെ സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സെല്ലിന്റെ അംഗീകരിക്കുന്ന കുറച്ച് ബേസിക് പ്രോപ്പർട്ടി എന്തായിരിക്കും? അത് ഹൈലി കോംപ്ലെക്സ് ആൻഡ് ഓർഗനൈസ്ഡ്. പിന്നെന്താ? സെൽസ് ക്യാരീസ് എ ജനറ്റിക് പ്രോഗ്രാം. സെൽസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മോർ ഓഫ് ദംസെൽഫ്. അവരവരുടെ തന്നെ കോപ്പീസ് ഉണ്ടാകാൻ കഴിയണ്ടേ ഓക്കെ. സെൽസ് അക്വയർ ആൻഡ് യൂട്ടിലൈസ് എനർജി. സെൽസ് പെർഫോം ഡിഫറെന്റ് മെറ്റാബോളിക് റിയാക്ഷൻസ്. Cells engage in numerous mechanical activities. Okay. Cells are capable to respond to various stimuli. Cell have the capacity of self-regulation. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് ഇത് വിളിക്കുന്നത് നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെല്ല് എന്ന് അതിന് പറയുന്നത്. എന്താണ്? അത് റെസ്പോണ്ട് ചെയ്യാൻ കഴിയണം, സെൽഫ് റെഗുലേഷൻ വേണം, മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് പങ്കെടുക്കണം, അതിന്റെ മെറ്റബോളിക് റിയാക്ഷൻസ് നടത്തണം, എനർജി യൂട്ടിലൈസ് ചെയ്യണം. മാത്രമല്ല എന്ത് വേണം? അതിന്റെ ജനറ്റിക് പ്രോഗ്രാം വേണം അല്ലെ. അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം രണ്ട് തരത്തിലായിട്ട്. യൂണിസെല്ലുലാർ എന്നും അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ എന്നും. യൂണി എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ. അപ്പൊ ഓർഗാനിസത്തിൽ എത്ര സെല്ല് കാണും? ഒരൊറ്റ സെല്ല് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മളുടെ ചെറിയ ചെറിയ ഓർഗാനിസം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചാണ് അതിലെ ഏറ്റവും ലോയിൽ കിടക്കുന്ന ക്ലാസിഫിക്കേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. അപ്പോൾ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്ന ഓർഗാനിസംസ് ആണ് എന്ത്? മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻസ് ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്.
നമുക്കറിയാം സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ആവും, ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓർഗൻസ് ഫോം ചെയ്യും, അങ്ങനെ ഓർഗൻസ് കൂടിച്ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റംസ് ഫോം ചെയ്യും അല്ലെ. അങ്ങനെ ഓർഗൻ സിസ്റ്റംസ് കൂടിച്ചേർന്നതാണ് എന്തായിട്ട് മാറുന്നത്, ഒരു ഓർഗാനിസംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ സെല്ല് എന്ന് പറഞ്ഞാല് എല്ലാ ഓർഗാനിസത്തിലും ഇപ്പൊ നമ്മുടെ ബോഡിയിലുണ്ട് നെർവ് സെല്ലുണ്ട് അല്ലെ, നെർവ് സെല്ല്. അപ്പൊ നെർവ് സെല്ലിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാം, ന്യൂറോണിന്റെ സ്ട്രക്ചർ നോക്കി നോക്കാം. അപ്പൊ അതേപോലെയാണോ വേറെ സെൽസ് കാണുക അല്ലെ. അപ്പൊ ഈ സെല്ലിന്റെ സ്ട്രക്ചർ RBC പറഞ്ഞ സെല്ലാണ്, WBC പറഞ്ഞ സെല്ലാണ് അല്ലെ. അപ്പൊ ഓരോ സെല്ലിനും അതിന്റെ സൈസും ഷേപ്പും ഒക്കെ എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ? സെൽ ഹാവിങ് ഡിഫറെന്റ് ഷേപ്പ് അല്ലെ. എവിടെയാണോ അവരുടെ ആക്ടിവിറ്റീസ് അതിനനുസരിച്ചായിരിക്കും അവരുടെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത് സിംഗിൾ സെൽ എന്ന് പറയുന്നത് നമ്മളുടെ ഓസ്ട്രിച്ചിന്റെ എഗ് ആണ് ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഏറ്റവും നീളമുള്ള സെൽ എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ ന്യൂറോൺസ് ആണ് ഏറ്റവും നീളമുള്ള സെൽ എന്ന് പറയുന്നത്, ലോങ്സ്റ്റ് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു, സ്മോളസ്റ്റ് സെല്ലായ മൈക്രോപ്ലാസ്മ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ആ ഓസ്ട്രിച്ചിന്റെ എഗ്ഗിനാണ് ഏറ്റവും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സെൽ എന്ന് പറയുന്നത് പറഞ്ഞു. പിന്നെ നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്, ലോങ്സ്റ്റ് ആയിട്ടുള്ള സെല്ലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും പറയണമെങ്കിൽ പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവരുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, സിമ്പിൾ ആയിരിക്കും. അവർക്ക് നമ്മൾ പറയുന്ന സെൽ ഓർഗാനിസം ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മുടെ ബാക്ടീരിയ, പ്രോട്ടോസോവ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെയാണ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസ് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് അങ്ങനെ നമ്മളെ പോലെ, അതായത് നമ്മളെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് യൂകാരിയോട്ടിക് സെൽസിനെ പോലെ അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാം ഈ പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞെങ്കിൽ ആ ഗ്രൂപ്പിൽ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ, PPLO പറഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാൻസ്, അവരൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് എന്ത് ഈ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചാണ് അല്ലെ. ബാക്ടീരിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പ് ആവാം, ബാസിലസ് കോമ ഷേപ്പ് ആവാം, അത് കോമയാണെങ്കിൽ എന്ത് വിബ്രിയോ, സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ അത് സ്പൈറൽ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ഓവൽ ഷേപ്പ് ആണെങ്കിൽ കോക്കസ്, അങ്ങനെ ഒരുപാട് അതിൻ്റെ ആ 4 തരത്തിലുള്ള ഷേപ്പിലാണ് ബാക്ടീരിയാസ് കാണുന്നത് പറഞ്ഞു. പിന്നെ നമ്മളുടെ പ്രോകാരിയോട്ടിക് സെൽസിനെ ന്യൂക്ലിയസിനെ കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മിഡ്. പ്ലാസ്മിഡിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് എവിടെയാണ്, നമ്മുടെ ബയോടെക്നോളജിയിലാണ് പ്ലാസ്മിഡിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് അല്ലെ. നമ്മളിത് കണ്ടുള്ളതാണ്, നമ്മൾ അറിഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇവർക്കൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ചെയ്യാനുള്ള ജീനും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ, യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂകാരിയോട്ടിക് സെൽസ് ആണ്. നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമൽസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് യൂകാരിയോട്ടിക് എന്ന് പറയുന്നത്. അവർക്കായിട്ടുള്ള കറക്റ്റ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ആ ന്യൂക്ലിയറിനെ കവർ ചെയ്തിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല സൈറ്റോപ്ലാസമിന്റെ അകത്ത് ഒരുപാട് ഓർഗനൽസ് അല്ലെ, അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു ജീവി ഭാഗമാണ് എന്ത് യൂകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ആണെങ്കിൽ അത് എന്താണ്, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം. ഇത് നോക്കി കുറച്ച് ടീച്ചർ കുറച്ച് സെല്ലിന്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം തന്നെയാണ് കേട്ടോ. RBCയുടെ പിക്ചർ കണ്ടോ നിങ്ങൾ, അതിൽ RBCയുടെ പോലെയാണോ WBC ഷേപ്പ് അല്ലല്ലോ. ഇത് നോക്കി നോക്കി നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ്, നെർവ് സെൽസ്, അപ്പൊ ഇത് നോക്കി നോക്കി ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ എല്ലാ സെൽസ് എന്ന് പറയുന്നത് എങ്ങനെയല്ല, ഒരേപോലെയല്ല. സെൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ടെസ്റ്റ്. ഇത് നമ്മുടെ പ്രോകാരിയോട്ടിക്കിന്റെയും അതുപോലെ തന്നെ യൂകാരിയോട്ടിന്റെ പിക്ചറാണ്. നോക്കി പ്രോകാരിയോട്ടിന്റെ പിക്ചർ നോക്കി റൈബോസോംസ് ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്, ക്യാപ്സ്യൂള്, ഫ്ലജെല്ലം, സെൽ വോൾ അല്ലെ. ഇതിന്റെ അകത്ത് നോക്കി ഒരുപാട് മെറ്റീരിയലോ സെൽ ഓർഗനിൽ കൂടിച്ചേർന്നതാണ് എന്ത് നമ്മളുടെ യൂകാരിയോട്ടിക് എന്ന് പറയുന്നത്. നമുക്ക് യൂകാരിയോട്ടിക്കിലെ എല്ലാ മെറ്റീരിയലും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല് ഞാൻ പറഞ്ഞു അല്ലെ. ആ പ്രോകാരിയോട്ടിക് സെല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, സെല്ലിന് എൻവലപ്പ് അല്ലെ. സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു കൗണ്ട്, ഒരു ബൗണ്ടറി ആണെന്ന് പറയുന്നത് സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്ലി കാണുന്നതാണ് എന്ത്, ഗ്ലൈക്കോകാലിക്സ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ്ലി കാണുന്നത്. മിഡിലിൽ കാണുന്നതാണ് സെൽ വോൾ എന്ന് പറയുന്നത്. ഇന്നറിൽ കാണുന്നത് എന്താണ്, സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ സെൽ എൻവലപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയുണ്ട്, സെല്ല്, അതിന് ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, സെൽ വോൾ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഏറ്റവും ബാക്ടീരിയൽ സെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്ലി കാണുന്ന ലെയർ ആണ് എന്ത്, ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് അല്ലെ.
അവിടെ ഗ്ലൈക്കോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ഗ്ലൂക്കോസിലായിട്ട് ടച്ച് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ് പോളിസാക്രൈഡ്സും പോളിപെപ്റ്റൈഡ്സും കൂടി ചേർന്ന ഒരു സ്ലൈം ലെയർ കൊണ്ടാണ് ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ചില ഓർഗാൻസ് ചിലപ്പോൾ എന്തായിരിക്കും ഒരു ടഫായിട്ടുള്ള ക്യാപ്സ്യൂള് പോലെ ആയിരിക്കാം. ഇപ്പൊ എല്ലാറ്റിലും എങ്ങനെയാവുന്നില്ല, ഇങ്ങനെ സ്ലൈമി ആവുന്നില്ല, ചിലപ്പോൾ എന്തായിരിക്കും ഒരു ടഫായിട്ടുള്ള ക്യാപ്സ്യൂള് പോലെ ആയിരിക്കാം. പക്ഷെ ആ ഗ്ലൈക്കോകാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പോളിസാക്രൈഡ്സും അതുപോലെ തന്നെ പോളിപെപ്റ്റൈഡ്സും കൂടി ചേർന്നതാണ്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താ? അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലിന് ഡെസിക്കേഷൻ സംഭവിക്കാതെ സെല്ലിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവര് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെ, അതായത് നമ്മുടെ ബാക്ടീരിയ, അപ്പൊ അവർ എവിടെയായിരിക്കുന്ന അവസ്ഥയാണ്, ഏത് സർഫസിലാണോ ആ സർഫസിനെ അവരാണ് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ആ ഗ്ലൈക്കോകാലിക്സിന്റെ ഫംഗ്ഷൻ. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സെൽ വോൾ ആണ്. സെൽ വോൾ എന്ന് പറഞ്ഞാൽ എന്താ, അതും നമ്മുടെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാത്രമല്ല ആ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, അപ്പൊ ഇതെന്താ, ആ ഓരോ ഓർഗാൻസിൽ തന്നെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. നമ്മുടെ മൈക്രോപ്ലാസ്മ അതല്ലെങ്കിൽ PPLO ഗ്രൂപ്പ് ഇല്ലേ, അവർക്ക് എന്തില്ല, സെൽ വോൾ ഇല്ല. ദേ ഡു നോട്ട് ഹാവ് സെൽ വോൾ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1784 ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഗ്രാം പോസിറ്റീവ് അതല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയനെ കണ്ടെത്തിയത്. അതായത് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ കളർ കിട്ടുക. ഓക്കെ, അപ്പൊ ആ കളർ എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യണ്ടേ. അപ്പൊ ആ സെൽ എൻവലപ്പാണ് എന്ത് ചെയ്യുന്നത്, ആ കളറിനെ അബ്സോർബ് ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് ഇങ്ങനെ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരുന്നു ഗ്രാം പോസിറ്റീവ് എന്നും, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്ത എങ്ങനെയാണ് ഗ്രാം നെഗറ്റീവ് ആക്കി തരംതിരിച്ചു. ഓക്കെ, ഇവിടെ ഇതിന് നമ്മുടെ ആന്റിബയോട്ടിക്കിന്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് ഇല്ലേ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും ഉള്ള ചാൻസസ് കൂടി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലൈക്കോകാലിക്സ് പറഞ്ഞു, സെൽ വോള് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് കൂടെ നമ്മൾ എന്ത് പറഞ്ഞു, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ബാക്ടീരിയയുടെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലെ ലെയറിൽ കാണുന്ന, അതായത് ഇന്നർ ലെയറിലുള്ള അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് എന്ത് പറയുന്നത്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്, ബൈലേയേർഡ് 2 ലെയർ ഉള്ള ഫോസ്ഫോലിപ്പിഡ്സ്. ബൈലേയേർഡ് ഫോസ്ഫോലിപ്പിഡ്സ് വിത്ത് കുറച്ച് പ്രോട്ടീൻസും. ഓക്കെ, അത്രയുമാണ് എന്തുണ്ടാക്കിയത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ യൂക്കാരിയോട്ടിക്സിന്റെ ആ സെൽ മെംബ്രെയിനോട് ഏകദേശം ഒരു ചേർച്ചയുള്ളതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് മീസോസോം ആണ്. മീസോസോം എന്ന് പറയണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മെംബ്രെയിനസ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ മൂലമുണ്ടാകുന്ന മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ നോക്കി നോക്കി, ഇവിടെയാണ് കാണേണ്ടത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ മൂലമുണ്ടാകുന്ന സ്മോൾ ആയിട്ടുള്ള ഇതുപോലത്തെ സ്പെഷ്യൽ സ്ട്രക്ചറാണ് എന്ത് വിളിക്കുന്നത്, മീസോസോം എന്ന് വിളിക്കുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ വോൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുക, DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുക, റെസ്പിറേഷൻ സഹായിക്കുക, സെക്രീഷൻ സഹായിക്കുക, ആ സർഫസ് ഏരിയ കൂട്ടുക. ഇതെല്ലാമാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലജെല്ല. നമുക്കറിയാം ഫ്ലജെല്ലയുടെ ഫംഗ്ഷൻ എന്താ, അതിന്റെ മോട്ടിലിറ്റി അല്ലെ, ത്രെഡ് ലൈക്ക് എക്സ്റ്റൻഷൻ ആണ്. ബോഡിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സെൽ വോളിൽ നിന്ന് വരുന്ന ഒരു ത്രെഡ് ലൈക്ക് എക്സ്റ്റൻഷൻ ആണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫ്ലജെല്ല എന്ന് വിളിക്കുന്നത്. ആ ഫ്ലജെല്ലേക്ക് നമുക്ക് അതിന്റെ സ്വിം ചെയ്യാൻ, അതിന്റെ ലോക്കോമോട്ടർ ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലജെല്ലേക്ക് ഒരു ബേസൽ ബോഡി ഉണ്ടായിരിക്കും, ഹുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഹുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, ഒരു ഫിലമെന്റും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബേസൽ ബോഡി എന്ന് പറയുന്നത് ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ് ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത് ഫ്ലജെല്ലത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഫിലമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോങ്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിലമെന്റ് ആണ്. ഇനി ചില ഓർഗാൻസിന് എന്ത് കാണാം, പിലി അതല്ലെങ്കിൽ ഫിംബ്രിയെ കാണാം. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളില്ലേ, അവർക്ക് വല്ലാതെ മോട്ടിലിറ്റി ഇല്ല. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ പോലെ അധികം മോട്ടിലിറ്റി ഇല്ല അവർക്ക്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക്. അപ്പൊ ആ ഗ്രൂപ്പിലായിട്ടുള്ള ഓർഗാനിസംസിനാണ് ഇതുപോലത്തെ എന്ത് കാണുന്നത്, നമ്മളുടെ പിലി അതല്ലെങ്കിൽ ഫിംബ്രിയെ കാണുന്നത് നമ്മളുടെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയക്കാണ്. അപ്പൊ പിലി എന്ന് പറഞ്ഞാൽ എന്താ, എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോട്ടീൻ. ആ സ്പെഷ്യൽ പ്രോട്ടീന്റെ പേര് പിലിൻ എന്നാണ്, PILIN. അപ്പൊ അതിൽ നിന്നാണ് എന്ത് ഈ പിലി വന്നത് അല്ലെ, പിലി എന്ന് പറയുന്നത്. അപ്പൊ നോക്കി നോക്കുക, ആ പിലി എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ ആണെന്ന് പറയാം, അത് ചെറുതായിട്ട്. ഇനി കുറച്ചും കൂടെ ബ്രിസ്റ്റിൽ ലൈക്ക് ഷേപ്പുള്ള ഫൈബേഴ്സ് ആണ് എന്ന് പറയുന്നത് ഫിംബ്രിയെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിലിയും ഫിംബ്രിയെ എന്ന് പറയുന്നത് എന്താണ്, പിലി എന്ന് പറയുന്നത് ട്യൂബുലാർ സ്ട്രക്ചർ ആണ്, ഫിംബ്രിയെ എന്ന് പറയുന്നത് സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ത് പറയുന്നത്, ഫിംബ്രിയെ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് റൈബോസോംസ് ആണ്. നമ്മുടെ പ്രൊകാരിയോട്ടിക് സെല്ല് കാണുന്ന അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. ഈ റൈബോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫൈബോസോംസ് ഓഫ് പ്രോകാരിയോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 70S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ് കേട്ടോ. എസ് എന്ന് പറഞ്ഞെങ്കിൽ സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. അത് നമ്മൾ ആ റൈബോസോമിന്റെ നമുക്ക് ആ പോർഷൻ എടുക്കുമ്പോൾ ഞാൻ പിക്ചർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ 2 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് ഒരു റൈബോസോമിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിന് 2 യൂണിറ്റ് ഉണ്ട്. ലാർജർ യൂണിറ്റ് ഉണ്ടായിരിക്കും, സ്മോളർ യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊകാരിയോട്ടിക് കേസിൽ ആ ലാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് 50S-ഉം 50. ഇനി ആ സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30S-ഉം ആണ്. നമ്മളുടെ ഈ പ്രൊകാരിയോട്ടിക്കിന്റെ കേസിൽ ഈ റൈബോസോമുകളെല്ലാം ഒരു mRNA സ്ട്രെയിനിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും, ഒരു മാല കോർക്കണ പോലെ. ഓക്കെ, അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേര് എന്താണ്? പോളിസോംസ് അതല്ലെങ്കിൽ പോളി റൈബോസോംസ്. പോളിസോംസ് അതല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുക? പോളി റൈബോസോംസ്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോൾ പ്രൊകാരിയോട്ടിക് റൈബോസോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70S. 50 + 30 70S ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്നതാണ് mRNA സ്ട്രാൻഡിന്റെ മുകളിൽ ഒരുപാടെണ്ണം ഇങ്ങനെ മാല കോർത്ത് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എവിടെ? നമ്മളുടെ പ്രൊകാരിയോട്ടിക്കിന്റെ കേസിൽ ദാറ്റ് ഇസ് നോൺ ആസ് പോളി റൈബോസോംസ് അതല്ലെങ്കിൽ പോളിസോംസ്. പോളി റൈബോസോംസ് അതല്ലെങ്കിൽ പോളിസോംസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അതായത് നമ്മളുടെ വാക്യൂള് പോലെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻസ് ആണ് എന്ത് പറയുന്നത്? റിസർവ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള പാർട്ടിക്കിളാണ് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്. അവിടെ അവർ സ്റ്റോർ ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൈനോഫൈസിൻ ഗ്രാനുൾസ്, ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഓക്കെ, ഇതൊക്കെ മെറ്റീരിയലാണ് ഇവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോസ്ഫേറ്റിക് ഗ്രാനുൾസ് ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇപ്പൊ ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൈനോഫൈസിൻ ഗ്രാനുൾസ്, ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള അവരവരുടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലാണ് ഇവർ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത് ഒരു കവറിംഗ് ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസ്റ്റിക് എടുക്കുകയും ചെയ്യുന്നത് ഇൻക്ലൂഷൻ ബോഡീസ്. ക്ലിയർ? ഇനി നമ്മൾ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പ്ലാന്റ് സെല്ല് അതെ നമുക്കറിയാം, പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ടായിരിക്കും. അനിമൽ സെല്ല് എന്തായിരിക്കില്ല? സെൽ വോൾ ഉണ്ടായിരിക്കോ? ഇല്ല. അനിമൽ സെല്ലിന് ഇത് നോക്കിയിട്ടാണ് നമ്മുടെ പ്ലാന്റിന്റെ സെല്ലിന്റെ പിക്ചർ, ഇത് നമ്മുടെ അനിമൽ സെല്ലിന്റെ പിക്ചർ. നമുക്ക് ഇതൊന്ന് കമ്പാരിസൺ നമുക്ക് അറിയാവുന്ന കമ്പാരിസൺ ടീച്ചർ വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ടായിരിക്കും, അനിമൽ സെല്ലിന് എന്തായിരിക്കില്ല? സെൽ വോൾ ഉണ്ടായിരിക്കില്ല. ഇനി പ്ലാന്റ് സെല്ലിന്റെ അകത്ത് വലിയ വാക്യൂൾ അല്ലേ? ഈ പ്ലാന്റ് സെല്ലിന്റെ അകത്ത് ഒരു വലിയ വാക്യൂൾ ഉണ്ടായിരിക്കും. വലിയ വാക്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വാക്യൂൾ എവിടെയാന്നുള്ളത്? പക്ഷേ അനിമൽ സെല്ലിന്റെ അകത്തെ വാക്യൂൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് സ്പേസ്. അനിമൽ സെല്ലിനകത്ത് വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും. പ്ലാന്റ് സെല്ലിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും? പ്ലാസ്റ്റിഡ്സ്. അതെ നമുക്കറിയാം, പ്ലാന്റിന്റെ കളർ കൊടുക്കുന്ന പോർഷനാണ് ക്ലോറോപ്ലാസ്റ്റ്. അനിമൽ സെല്ലിൽ എന്തുണ്ടായിരിക്കോ? കളർഫുൾ പ്ലാസ്റ്റിഡ്സ് ഉണ്ടായിരിക്കോ? ഇല്ല. പിന്നെ എന്താണ്? ലൈസോസോംസ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിന് ആബ്സെന്റ് ആണ്, പക്ഷേ അനിമൽ സെല്ലിൽ ലൈസോസോം എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഫംഗ്ഷനൊക്കെ നമ്മൾ ഓർഗനിൽ പറയുമ്പോൾ നമ്മൾ പറയും. പിന്നെ മാത്രമല്ല, ഫുഡ് സ്റ്റോറിംഗ് ആയിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അനിമൽ സെല്ലാണെങ്കിലോ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ രൂപത്തിലാണ്. ജസ്റ്റ് പ്ലാന്റ് സെല്ല് അനിമൽ സെല്ലിന്റെ ഡിഫറൻസ് ജസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങൾ നോക്കിയൊക്കെ ഇതാണ് പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് വലുതാണ്. പിന്നെ അവർ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സെൽ വോൾ ഉണ്ട് അല്ലെ? അപ്പൊ എവിടെയൊക്കെ ഡിഫറൻസ് വരുന്നു? ലൈസോസോം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കില്ല. അനിമൽ സെല്ലാണെങ്കിലോ അവിടെ സെൽ വോൾ ഇല്ല, ലൈസോസോംസ് ഉണ്ട്. പിന്നെ വാക്യൂൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വാക്യൂളുകളാണ് ഉണ്ടാവുക. ഓക്കെ, ആ കുഞ്ഞു വാക്യൂൾ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ഓർഗനൈൽസ് അതിനേക്കാളും കൂടുതൽ ഓർഗനൈൽസ് കാണുന്നുണ്ട് അല്ലെ? പിന്നെ ഫുഡ് സ്റ്റോർ ചെയ്ത് ഏത് രൂപത്തിലാണ്? ഗ്ലൈക്കോജൻ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ലൈസോസോംസ് പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. താങ്ക് യു.